നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ഉള്ള കറണ്ട് ബില്ലും അത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര ദിവസമുള്ള കറണ്ട് ബില്ലും തമ്മിലുള്ള വ്യത്യാസം. അടിയിൽ ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒരുപാട് ഹീറ്റ് ആവുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. പിന്നെ സൈഡ് 2 സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 3.5 kV എന്ന് പറയുമ്പോൾ 3500 kW അല്ലേ. കാരണം ഓഫ് ഗ്രിഡിൽ ബാറ്ററിയുടെ ചാർജിങ് പ്ലസ് ലൈവ് ലോഡ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള പാനൽ കൊടുത്താൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 3000 വാട്ട്സ് പാനൽ ലോഡ് ചെയ്തിട്ട് 2000 വാട്ട്സ് അല്ലെങ്കിൽ 1500 വാട്ട്സ് മാക്സിമം ലോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന എനർജിയോടെ വേസ്റ്റ് ആയി പോവാണ്. പിന്നെ എക്സസ് റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോളാർ ത്രൂ ആണ് ഇവിടുത്തെ ലോഡൊക്കെ പ്രവർത്തിക്കുന്നത്. ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 42 വോൾട്ടാണ്. അത് ബാറ്ററി ചാർജ് ഓൾമോസ്റ്റ് ഫുൾ ആണ്. നമുക്ക് ഈ ഇൻവെർട്ടറിന്റെ ക്യാബ് നമുക്ക് വലിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിന്റെ ആയാലും ബാറ്ററിയുടെ ആണെങ്കിലും ഇതിന്റെ ഇൻപുട്ട് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ ത്രൂ ആണ് നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. 36 വോൾട്ട് സിസ്റ്റം ആക്കിയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് 2000 മുകളിലായിരുന്നു. എന്തെന്നായാലും ഒരു 3000 അടുത്ത് വന്നുകൊണ്ടിരുന്നു. ബിറ്റ്വീൻ 600 ആൻഡ് 700. ഒരു ബില്ലാണ് വന്നത്? 2 ബില്ല് വന്നു. ഏകദേശം ആ റേഞ്ചിലാണ്. ഇൻവെർട്ടറേസ് അല്ല, അതുകൊണ്ട് 2 ഇൻവെർട്ടറേസ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3.5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റില എന്ന് പറഞ്ഞ സ്ഥലത്താണ്. രാജൻ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിലാണ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മിക്ക വീഡിയോ എന്ന് പറയുന്നതും ഒന്നെങ്കിൽ അന്ന് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അന്നത്തെ വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചാനൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ഉള്ള കറണ്ട് ബില്ലും അത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര ദിവസമുള്ള കറണ്ട് ബില്ലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രാജനോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എത്ര കറണ്ട് ബില്ല് വന്ന് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര സേവിങ് കിട്ടി, പിന്നെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ലോഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, ആഫ്റ്റർ ദ ഇൻസ്റ്റാളേഷൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ MPPT കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു 3.5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മൊത്തം 4 പാനൽസ് ആണ്. അതായത് വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ 545 വാട്ട്സ് മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫിഷ് പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ പാനലിന്റെ സ്റ്റാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇത്തിരി പൊക്കി ഇത്തിരി ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അടിയിൽ ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒരുപാട് ഹീറ്റ് ആവുന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. പിന്നെ സൈഡിൽ ഓടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്തുള്ള അടിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കൂടി നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാനലിലെ കണക്ഷൻസിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തം 4 കേബിളിൽ കൂടെയാണ് നമ്മുടെ MPPT ഇരിക്കുന്നതിന്റെ അവിടെ മേലെ നമ്മുടെ വയർ കൊണ്ടുപോയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 15 മീറ്ററാണ് വൺ സൈഡ് കേബിളിന് ലെങ്ത് വരുന്നത്. അങ്ങനെ 4 കേബിളാണ് നമ്മളവിടെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ട്രിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 49 വോൾട്ടാണ് ഒരു പാനലിന്റെ VOC വരുന്നത്. 13 ആംപിയറാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നത്. അങ്ങനെ 2 സ്ട്രിംഗ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഓൾമോസ്റ്റ് 98 വോൾട്ട് VOCയും 2 പാനലിന്റെ ആംപിയർ ആയിട്ടാണ് നമ്മളെ പാരലി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പാനലിന്റെ കണക്ഷൻസ് വരുന്നത്. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ചില കസ്റ്റമർ നമുക്കിപ്പോൾ ചില വീഡിയോയിലായാലും ചില ഡൗട്ട് ചോദിക്കുമ്പോൾ വിളിക്കാറുണ്ട്. ഈ 3.5 kV എന്ന് പറയുമ്പോൾ 3500 kW അല്ല, ഓഫ് ഗ്രിഡിൽ KV എന്നാണ് പറയുന്നത്. ഓൺ ഗ്രിഡിലാണ് അത് കിലോവാട്ടിലേക്ക് മാറുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാനലും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 2000 വാട്ട്സ്, അതായത് 540 വാട്ട്സ് 545 വാട്ട്സിന്റെ 4 പാനൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2000 എബോ ഔട്ട്പുട്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമുക്കത് മതി. കാരണം ഓഫ് ഗ്രിഡിൽ ബാറ്ററിയുടെ ചാർജിങ് പ്ലസ് ലൈവ് ലോഡ് അതിനനുസരിച്ചുള്ള പാനൽ മാത്രമാണ് നമ്മൾ ലോഡ് ചെയ്യണുള്ളൂ. അല്ലാതെ നമ്മൾ 3000 വാട്ട് പാനൽ അല്ലെങ്കിൽ 4000 വാട്ട് 5000 വാട്ട് പാനലൊന്നും ഈ ഒരു സിസ്റ്റത്തിന് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഇതിന് സോളാറിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ബാറ്ററിയിൽ സ്റ്റോർ ആയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ലോഡൊക്കെ സോളാർ ത്രൂ ആയിരിക്കും പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പാനൽ കൊടുത്താൽ മതി. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 3000 വാട്ട്സ് പാനൽ ലോഡ് ചെയ്തിട്ട് 2000 വാട്ട്സ് അല്ലെങ്കിൽ 1500 വാട്ട്സ് മാക്സിമം ലോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന എനർജിയോടെ വേസ്റ്റ് ആയി പോവാണ്. അതേസമയം ഓൺ ഗ്രിഡിലാണെങ്കിൽ ബാക്കി വരുന്ന എനർജി KCBയിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഓഫ് ഗ്രിഡിൽ അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബാറ്ററിയുടെ ചാർജിങ് ഉള്ള പാനൽ പ്ലസ് ലൈവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ലോഡാണ് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള പാനലാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്, അതാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 4 പാനൽ ഈ ഒരു സിസ്റ്റത്തിന് കൊടുത്തേക്കുന്നത്. കാരണം ഇവിടെ ലോഡ് കുറവാണ്, ഇവിടെ ഒരു ശേഷി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ലോഡ് ഇവിടെ വരുന്നില്ല. AC ഒക്കെ ഉണ്ടെന്നാലും അധികം ലോഡ് നമുക്ക് വരുന്നില്ല. ഒരു ഫാനോ ലൈറ്റ് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി ചാർജിങ് പ്ലസ് നമ്മുടെ ആ ഒരു ലൈവ് ലോഡിനുള്ള പാനൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതേ സമയം വേറെ സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു 3000 വാട്ടോ അല്ലെങ്കിൽ 5000 വാട്ടോ പാനൽ കൊടുത്തിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്യാൻ പറ്റും. അവിടെ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്രയും ലോഡ്, അതായത് 3000 വാട്ട് ലോഡ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലോഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി.
ഇപ്പോൾ എ സിയുടെ ഒക്കെ ഉപയോഗം രാവിലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കാരണം നമുക്ക് ഡയറക്റ്റ് സോളാർ എന്നുള്ള പ്രൊഡക്റ്റിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ലോഡൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയും പാനലോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ഓൺ ഗ്രിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൺ ഗ്രിഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് KCBയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബില്ലായിട്ട് നമ്മുടെ കുറഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ് ഗ്രിഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്ക വീഡിയോയിലായാലും മിക്ക കസ്റ്റമറുകൾ വിളിക്കുമ്പോൾ നമ്മൾ കമന്റിൽ അറിയിക്കാറുണ്ട് ഇങ്ങനെ 3 kVയിൽ വരുമ്പോൾ ഇത്രയും കിലോ വാട്ട് വേണ്ട, ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഇതാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അത്രയും പാനൽ കൊടുക്കാത്തത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പാനൽ 2 സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബൈഫിഷ് പാനലാണ് നമ്മൾ 4 പാനലും അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ പാനൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് താഴെ പോയി നമ്മുടെ ഇൻവെർട്ടറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ DC ബ്രേക്കർ കാണാൻ പറ്റും. അത് മൈക്രോടെക്കിന്റെ 40 ആംപിയറിന്റെ ബ്രേക്കറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന 4 കേബിൾ ആദ്യം നമ്മുടെ ഈ ബ്രേക്കറിലേക്കാണ് കയറുന്നത്. ഇതിന്റെ ഔട്ടാണ് നമ്മുടെ MPPTയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും നമ്മളൊരു DC ബ്രേക്കറോട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ MPPT നമ്മൾ വെച്ചിരിക്കുന്നത്. SPS എന്ന് പറഞ്ഞ കമ്പനിയുടെ 12 to 72 വോൾട്ട് 60 ആംപിയറിന്റെ MPPT ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് LCD പ്ലസ് LED ഡിസ്പ്ലേ വരുന്ന MPPT ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 4 ലൈൻ ഡിസ്പ്ലേ വരുന്ന MPPT ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LED പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. ഈ ടൈപ്പിൽ സോളാർ എന്നുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്, ചാർജിങ്, എക്സിസ് റിലേ. അപ്പോൾ സോളാർ എന്നുള്ള ഇപ്പോൾ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. കാരണം സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നതുകൊണ്ട് സോളാറിൻ്റെ ആ ഒരു ലൈറ്റ് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നെ ചാർജിങ്, സോളാറിൽ നിന്ന് ചാർജിങ് നടക്കുന്നുണ്ടെങ്കിൽ ചാർജിങ് എന്നുള്ള ഇൻഡിക്കേഷൻ. പിന്നെ എക്സിസ് റിലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സോളാർ ത്രൂ ആണ് ഇവിടുത്തെ ലോഡൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് റിലേ തെളിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ 4 ടൈപ്പ് ചാർജിങ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ബൾക്ക് ചാർജിങ്, അബ്സോർഷൻ ചാർജിങ്, ഫ്ലോട്ട് ചാർജിങ്, ഐഡിയൽ ചാർജിങ്. ഇപ്പോൾ അബ്സോർഷൻ ചാർജിങ്ങിലാണ് നമ്മുടെ MPPT ത്രൂ ബാറ്ററി ചാർജ് ആവുന്നത്. അപ്പോൾ LED ഡിസ്പ്ലേ വരുന്നത് അത്രയാണ്. പിന്നെ LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ലൈൻ ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ സോളാർ എന്നുള്ള ഇൻപുട്ട് 14 ആംപിയർ, ചാർജിങ് മോഡ് അബ്സോർഷൻ ചാർജിങ്, അതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ അബ്സോർഷൻ കൗണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോളാർ പീക്ക് 2319 വാട്ട് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡെയിലി യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5.3 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ടോട്ടൽ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 324.3 യൂണിറ്റ് നമുക്ക് സിസ്റ്റം വെച്ചതിന് ശേഷമുള്ള യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേളിലത്തെ ആ ഒരു ഇത് മാറി മാറി വരും. നമ്മുടെ ഗ്രീൻ 60 എന്ന് പറയുന്ന മോഡലാണ് ഈ ഒരു MPPT. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 42 വോൾട്ടാണ്. അത് ബാറ്ററി ചാർജ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളാണ്. 36 വോൾട്ടാണ് സിസ്റ്റം വരുന്നത്. ഇപ്പോൾ സോളാർ ചാർജിങ് 23 ആംപിയർ, 23.89 ആംപിയറിലാണ് സോളാർ ത്രൂ ചാർജിങ് കിട്ടുന്നത്. സോളാറിൽ നിന്ന് കിട്ടുന്ന ആംപിയറാണ്. സോളാർ ഔട്ട്പുട്ട് ഏകദേശം 108 വാട്ട്സ് നമുക്ക് സോളാറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ SPSന്റെ MPPT ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 4 ലൈൻ ഡിസ്പ്ലേ ഉള്ള MPPT. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്ര VOC എത്ര പാനലർ കൊടുക്കാൻ പറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. പറഞ്ഞ മാതിരി തന്നെ 12 to 72 വോൾട്ടാണ് നമ്മുടെ ഈ ഒരു MPPT വരുന്നത്. 72 വോൾട്ടിൽ ഏകദേശം 4000 വാട്ട്സ് വരെ നമുക്ക് പാനൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഗ്രീൻ 60 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ബാറ്ററി ഇൻവെർട്ടറും കൊടുത്തിരിക്കുന്നത്. MPPT തൊട്ട് മേളിൽ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആ വാൾമേ തന്നെയാണ് നമ്മുടെ ആ ഒരു MPPT കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് അതിൻ്റെ ആടി കൂടെ വയർ ഇട്ടിട്ടാണ് നമ്മുടെ ബാറ്ററിയിലേക്കുള്ള MPPT ബാറ്ററി വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറും വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ബാറ്ററി പ്ലസ് ഒരു ഇൻവെർട്ടറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇൻവെർട്ടറിന്റെ ഈ ക്യാബ് നമുക്ക് വലിച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിന്റെ ആയാലും ബാറ്ററിയുടെ ആണെങ്കിലും നമുക്ക് അതിനകത്ത് ബാറ്ററി വാട്ടർ ഒഴിക്കാനാണെങ്കിലും നമുക്ക് ഇൻവെർട്ടർ എന്തെങ്കിലും ബാക്കിലത്തെ ചാർജിങ് സ്വിച്ച് ഒക്കെ ഓൺ ചെയ്യാനാണെങ്കിലും അത് വലിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻവെർട്ടർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലഗ്നോവയുടെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാറ്റിനം സീരീസിൽ വരുന്ന 3500 പ്ലസ് എന്ന് പറയുന്ന 36 വോൾട്ടിന്റെ ഇൻവെർട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് LED പ്ലസ് LCD ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇൻവെർട്ടറിലും വരുന്നത്. നമുക്കിപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 41 വോൾട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് ലോഡും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഏകദേശം 300 വാട്ടാണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ഇപ്പോൾ ലോഡ് വരുന്നത്. ഇതിനകത്ത് ഇൻവെർട്ടറിനകത്ത് ഏകദേശം നമുക്ക് 2000 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡും 2800 3000 വാട്ട്സ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് നമ്മുടെ ഈ ലഗ്നോവയുടെ ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ AC ഇൻപുട്ട് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇൻവെർട്ടർ ത്രൂ ആണ് നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും LED ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. ഫസ്റ്റത്തെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേഷൻ തെളിയും. രണ്ടാമത്തെ ബാറ്ററി ത്രൂ ആണ് പ്രവർത്തിക്കണമെന്ന് പറയാം. മൂന്നാമത്തെ സോളാറിന്റെ ചാർജിങ് സ്വിച്ച് ഓൺ ആണ്. അതുകൊണ്ടാണ് ഒരു ഇൻഡിക്കേഷൻ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു 36 വോൾട്ട് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഹെവി ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ലഗ്നോവയുടെ പ്ലാറ്റിനം സീരീസിൽ വരുന്ന 3500 പ്ലസ് എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ഇതിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും
AC ചാർജിങ് കാര്യങ്ങളൊക്കെ ഡിസേബിൾ വരുന്ന സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻവെർട്ടർ ആണ്. അതായത് ഏകദേശം സോളാറിൽ നിന്നുള്ള ചാർജിങ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനും, അതായത് സോളാർ പോട്ടെ KCB എന്നുള്ള ചാർജിങ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്ന ഗ്രിഡ് ചാർജിങ് സ്വിച്ച് ഉള്ള ഇൻവെർട്ടർ ആണ് ലഗ്നോവയുടെ എല്ലാ ഇൻവെർട്ടറിലും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയാൻ പറ്റും. ഒരു ബ്രേക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൽ ഉള്ളതാണ്. പിന്നെ അത്യാവശ്യം ഒരു വലിയ ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെർട്ടർ ബാക്കിലുണ്ട്. ഇന്നത്തെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് കളയാനുള്ള ഫാനും കാര്യങ്ങളും. നമുക്ക് ബാറ്ററിയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എക്സൈഡിന്റെ ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സൈഡിന്റെ 5 ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള 12 വോൾട്ടിൽ വരുന്ന 6 LMS ബാറ്ററിയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. 3 ബാറ്ററി സീരീസ് ചെയ്ത് കണക്ട് ചെയ്ത് 36 വോൾട്ട് സിസ്റ്റാക്കിയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 36 വോൾട്ട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 3500 രൂപയുടെ ഇൻവെർട്ടർ കൊടുക്കണമെങ്കിൽ 36 വോൾട്ട് വേണം. ഏകദേശം 500 വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ 1500 വാട്ട്സ് 2000 വാട്ട്സ് വരെ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഫുൾ ചാർജ് ആയിരിക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു ഹെവി ഇൻവെർട്ടറും ബാറ്ററിയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രാജൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തവരെ നമുക്ക് ഏകദേശം ഒരു 6-7 മാസം മുമ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ബില്ലും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇപ്പോൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണേക്കുള്ള ബില്ലും ഇപ്പോൾ വന്നതിന് ശേഷമുള്ള ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് 2000 മുകളിലായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് പെയിന്റിംഗ് ഒക്കെ ഉള്ള 6000 8000 വരെ വന്നു. വീട് മൊത്തത്തിൽ പെയിന്റിംഗ് അന്നേരം 8000 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്തെന്നായാലും ഒരു 3000 അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എത്ര ബില്ല് ഇൻ ബിറ്റ്വീൻ 600 and 700. ഒരു ബില്ലാണ് വന്നത്? 2 ബില്ല് വന്നു. ഏകദേശം ആ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന ലോഡുകളൊക്കെ എന്താണ് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ത്രെഡ് മില്ലും വാട്ടർ ഹീറ്റർ ഒഴിച്ച് ബാക്കിയല്ല ലോഡ്. മോട്ടർ, ഫാൻ, ലൈറ്റ്, AC എല്ലാം ഒരു AC കൊടുത്തിട്ടില്ല. അത് ഇൻവെർട്ടർ AC ആണോ വരുന്നത്? അത് ഇൻവെർട്ടർ AC അല്ല. അതുകൊണ്ട് 2 ഇൻവെർട്ടർ AC ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ AC കൊടുത്തിട്ടുണ്ട്. 2 ACയും ബാക്കി നമ്മുടെ വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ. വാട്ടർ ഹീറ്ററും ത്രെഡ് മില്ലും കൊടുത്തിട്ടില്ല. ബാക്കി ഒരു ഇൻവെർട്ടർ AC അല്ലാത്ത ഒരു ACയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3000 ബില്ല് വരുന്ന സംതിങ് നമുക്ക് 600 സംതിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ സിസ്റ്റത്തെ പറ്റി ഇപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പൊ ബാറ്ററിയുടെ ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ബാറ്ററി ഒക്കെ നമ്മൾ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാളേഷനെ പറ്റി പറയാനുള്ളത്? ഇൻസ്റ്റാളേഷനെ പറ്റി വെച്ചാൽ ലിപിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞതിന്റെ 3ാമത്തെ ദിവസം നമുക്ക് ഇൻവെർട്ടർ എന്തോ ചെറിയ കംപ്ലൈന്റ് വന്നിരുന്നു അല്ലേ? അത് വയറ് ഡിസ്കണക്ഷൻ ആയി പോയത്. അതപ്പോ നമുക്ക് റെഡി ആയിരുന്നല്ലോ. ഓൺ സൈറ്റ് വാറന്റി ഉള്ള ഇൻവെർട്ടർ ആണ്. അപ്പൊ അതാണ് നമുക്ക്, അതായത് ഇപ്പൊ ഏകദേശം ഒരു 3000 അത്ര കറണ്ട് ബില്ലാണ് സാധനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബില്ല് കുറയ്ക്കാനും ഈ പറഞ്ഞ രീതിയിൽ 2 AC, ലൈറ്റ്, ഫാൻ, TV കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഓടിക്കാൻ പറ്റും. ഇത്രയും കറണ്ട് ബില്ല് സേവ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ പറ്റും.